നമസ്കാരം മഹാരാജാസ്. ഈ എനർജി ഉള്ളോ? നമസ്കാരം മഹാരാജാസ്. താങ്ക് യു. ഒരുപാട് വ്യക്തികളെ മഹാരഥന്മാരാക്കി ഉയർത്തിയ ഈ വിശിഷ്ട കലാലയത്തിൽ വരുവാനും പുതിയ ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന മഹാരഥന്മാരെയൊക്കെ നേരിട്ട് കാണുവാനും ഒക്കെ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ലോകത്ത് എവിടെ ചെന്നാലും അവിടെ ഒരു മഹാരാജാസുകാരനോ ഒരു മഹാരാജാസുകാരിയോ ഉണ്ടായിരിക്കും. അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരുടെ ഏറ്റവും സുവർണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാജാസിൽ പഠിച്ചിരുന്ന കാലഘട്ടമാണെന്നാണ് പറയാറ്. അതിൽ കേൾക്കുമ്പോൾ നമുക്കും കൊതിയാവും. നമ്മളും കലാലയത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മഹാരാജാസ് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? അപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. നമ്മുടെ ഈ സെൻട്രൽ സർക്കിളിൽ നടക്കുന്ന സമരം മുളയ്ക്കുന്നത് സെൻട്രൽ സർക്കിളിൽ നിന്നാണ്. പ്രണയം മുളയ്ക്കുന്ന പിരിയങ്കോവണി അല്ലേ, ഇവിടുത്തെ കോറിഡോർ, പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വൃക്ഷങ്ങൾ, മാറി മാറി വരുന്ന സീസണലായിട്ട് വരുന്ന നല്ല പൂക്കൾ, എല്ലാം കൊണ്ട് സമൃദ്ധമാണ്. വർഷാവർഷം നടത്തുന്ന പഴയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അതിലെ മമ്മൂക്കയെ പോലുള്ള ലെജൻസുകളൊക്കെ വരിക, എല്ലാം കൊണ്ടും അഭിമാന നിമിഷമാണ്. അപ്പോൾ നമുക്കും ആഗ്രഹമാണ് ഇവിടെ എത്തണമെന്ന്. എന്തായാലും ആഗ്രഹിച്ചു, ഇവിടെ എത്തപ്പെട്ടു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും പിന്നെ ഈ അടുത്ത സമയത്ത് 2 ദിവസത്തിന് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചു, മഹാരാജാസിൽ പഠിച്ച മഹാരാജാസിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞത്, മഹാരാജാസിൽ പഠിച്ചിരുന്ന സമയത്ത് പ്രണയിക്കാൻ പറ്റിയില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന്. അവർക്ക് പറ്റിയില്ല. എന്താണ് ഇതിൻ്റെ ഒരു വൈബ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്രണയിക്കാൻ വേണ്ടിയിട്ടല്ല, PG കഴിയുമെങ്കിൽ നിങ്ങൾ സഹകരിച്ചാൽ ഞാനും ഒരു അഡ്മിഷൻ എടുക്കാം. സാമനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ല, പ്രണയിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഇതെന്താ വൈബ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? എന്തോ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ, ഇല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ കാത്തിരിക്കുന്നവരാണ്. ഇല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നത് എത്ര പേര് വരാൻ താല്പര്യമുണ്ടോ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന്റെ എന്താ പറയുക, നമ്മുടെ അതെ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഈ ക്യാമ്പസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, കേരളത്തിലെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ മഹാരാജാസ് കോളേജ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ ഇവിടുന്ന് വരാനുണ്ട്. നിങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് അഭിനയിക്കാനും വർക്ക് ചെയ്യാനൊക്കെ സാധിക്കട്ടെ. പിന്നെ സിനിമയെ അത്തരത്തിൽ നോക്കിക്കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സിനിമ തെക്ക് വടക്ക്, അത് ഒക്ടോബർ 4-ാം തീയതി റിലീസാകുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഇത് ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത്. ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. സാം നന്നായിട്ട് പണിയെടുത്ത് വച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് ഭാഷകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് മാറട്ടെ. സിനിമ സംസാരിക്കട്ടെ, നിങ്ങളും സംസാരിക്കും. താങ്ക് യു. പിന്നെ ഞാൻ ഇവിടെ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പഠിച്ചിട്ടില്ല എങ്കിലും കുറച്ചു പേർക്കൊക്കെ അറിയാം, ഞാനിവിടെ വർക്ക് ചെയ്തിരുന്നു സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തവളപിടുത്തക്കാരനായിട്ട്. എൻ്റെ നിന്ന് മിസ്സായ പല തവളകൾ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. ഓക്കെ, അതെ, സീനിയേഴ്സ് എന്ന സിനിമയിൽ അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കൂ, നല്ല പ്രണയങ്ങളുണ്ടാവട്ടെ, നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ, സൗഹൃദമായിരിക്കട്ടെ ഏറ്റവും വലിയ ലഹരി എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലവ് യു ഓൾ. ജാസി ചേട്ടനെ 2 വാക്ക് പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. എന്തായാലും ആദ്യമായിട്ട് എനിക്ക് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സാമിനോടും അതുപോലെ ഡയറക്ടർ പ്രേം ജിയോടും അതുപോലെ ഇതിലെ പ്രൊഡക്ഷൻ സൈഡിനോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. ഇതിനകത്ത് ഒരു കോൺസെപ്റ്റ് സോങ്, അത് നമ്മുടെ അദ്ദേഹം പറഞ്ഞതുപോലെ ആ സോങ് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ മാത്രം ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അത് ഒരല്പം ഡിലേഡ് ആയിട്ടായിരിക്കും വരുന്നത്. ആ സോങ്ങിൻ്റെ പേര് വേണമെങ്കിൽ ഞാനിപ്പോൾ പറയാമോ? പേര്
പാട്ടിൻ്റെ പേര് അപ്പി സോങ്. ഈ അപ്പി എന്നുള്ള വാക്ക് ഞങ്ങളുടെ അങ്ങോട്ട് എന്തരുടെ അപ്പി, ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ വിളിക്കുന്നതാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ വിളിക്കുന്ന പോലെയാണ് അപ്പി. അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം അർത്ഥങ്ങൾ മാറാറുണ്ട്. അപ്പം അപ്പി സോങ് ആണ് ഞങ്ങളുടെ കോൺസെപ്റ്റ്. അത് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും റിലീസ് ചെയ്യാൻ ഉള്ള ഇതുള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഇതിനകത്ത് എന്താണ് പടത്തിൻ്റെ കണ്ടന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവമാണ്. അതുപോലെ പ്രിയപ്പെട്ട സാമിനെ പറ്റി 2 വാക്ക് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. നമുക്കെല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബീജിയം നമ്മൾ നേരത്തെ കേട്ടതാണ്. അത് വിക്രം വേദയിലെ അത് അദ്ദേഹത്തിന്. അപ്പോൾ ഒന്ന് കൈയടിച്ച് നമുക്ക് ആ ബീജിയം ഒന്ന് പാടാം. Make some noise, everyone! Here we go! വില്ലന്മാരെ കൊണ്ടേ നടന്നു വരാം കേട്ടോ. മതി, മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു.